ഇന്ന് ഞാൻ നിൽക്കുന്നത് ചന്തവിള കിൻഫ്ര IT പാർക്കിന് ഏറ്റവും അടുത്തായിട്ട് ഒരു കിഡിലം 5.5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റുള്ള ഒരു കിഡിലം 4 BHKയുടെ മുന്നിലാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഇതിൻ്റെ വീടിൻ്റെ നിർമ്മാണം. പക്ഷേ ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ അകത്തേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ അതൊരു കൊളോണി സ്റ്റൈലിലേക്ക് വരുന്ന ഒരു പ്രത്യേകത കൂടി ഈ വീടിന് അവൈലബിൾ ആണ്. മുറ്റത്തേക്ക് ഏകദേശം 2 XUV വലിയ XUV ഇടാനുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു കവേർഡ് പാർക്കിങ്ങോട് കൂടി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. കവേർഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ട് ലിവിങ് ഏരിയയും കൂടി കുറച്ചും കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത്. വലിയൊരു ഏരിയ ആയിട്ട് തന്നെ നമുക്കിത് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലെ വിശേഷത്തിലേക്ക് കയറാം. ഇവിടെയൊക്കെ മനോഹരമായ ലെവലിൽ തന്നെ ഇൻറ്റീരിയർ അത് എക്സ്റ്റീരിയർ ലെവലിൽ തന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായിട്ടുള്ള വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയും ഡൈനിങ്ങും ഒരേ ലെവലിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊളോണി സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മാണം, കുറച്ച് നിർമ്മാണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്കൊരു അടിപൊളി വുഡ് ഫിനിഷോട് കൂടി വൈറ്റ് കോമ്പിനേഷനിൽ ഒരു കിഡിലം ഒരു TV യൂണിറ്റ് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു വാഷേരിയ കൗണ്ടർ, അതിനോട് ചേർന്ന് 2 ബെഡ്റൂം. അത് 2 ബെഡ്റൂം എന്നുള്ളത് അടിപൊളി നല്ല വിശാലമായിട്ടുള്ള വലിയ 2 ബെഡ്റൂമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് വാർഡ്രോബ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂമും അതും അത്യാവശ്യം നല്ല ഒരു ലക്ഷറി ലെവലിലാണ് അതിൻ്റെയും നിർമ്മാണം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് പോകാം. കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയിട്ടുള്ള ഒരു വലിയൊരു വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അത് ഫുൾ കവേർഡ് വർക്കും അതുപോലെ തന്നെ ഒരു ചിമ്മിനിയും ഒരു അടുപ്പോട് കൂടി തന്നെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് അവിടെ ചെയ്യാനുള്ള സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ്. ഇതിൻ്റെ 2 ബെഡ്റൂം, ഇതിൻ്റെ 4 ബെഡ്റൂമും നല്ല അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഹോളിലേക്ക് നോക്കുമ്പോൾ ഹോളിൽ നിന്ന് ഒരു ഗ്ലാസ്, ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെയറിലേക്ക് വരുന്ന ഗ്ലാസ് എന്നുള്ളത് ഒരു സിംഗിൾ ലെയറിലൊരു ഗ്ലാസ്സാണ്. ഇത് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗി ഇതിന് എടുത്തറിയിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു മറ്റ് കാര്യങ്ങളൊന്നും വരാതെ തന്നെ ഒരു സിംഗിൾ ലെയറിലുള്ള ഗ്ലാസ്സാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഒരു ഇൻവെർട്ടർ റൂം അതും കവേർഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഡബിൾ ഹൈറ്റ് കണക്കാണ് ഈ സ്റ്റെയറിൻ്റെ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ മുകളിലും വിശാലമായിട്ടുള്ള വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോളും അതുപോലെ താഴെ കണ്ടതുപോലെ തന്നെ വിശാലമായിട്ടുള്ള 2 ബെഡ്റൂമും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണാത്തൊരു കാര്യമാണ്. അതായത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു അയൺ ബോക്സൊക്കെ അയണൊക്കെ ചെയ്യാൻ വേണ്ടുന്ന ഒരു സ്ഥലം, അതും ഒന്ന് ഒതുക്കി വീടിൽ നിന്ന് എല്ലാ ലെവലിൽ നിന്നും ഒതുക്കിയാണ് അതവർ കൊടുത്തിരിക്കുന്ന ഫ്ലഗ് പോയിൻറ്റും കാര്യങ്ങളെല്ലാം അത് മടക്കി ഫോർഡബിളായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാൽക്കണി സ്പേസ് അത് ഒരു രക്ഷയില്ല. താഴത്തെ ലെവലിലിരിക്കുന്ന കാർ പോർച്ചിൻ്റെ മുകൾ ഭാഗം എന്നുള്ളത് വലിയൊരു ലെവലിൽ ഇവിടെ ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലമുള്ള വലിയൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സെമി ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു വീട്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയൊരു വീടാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇതെന്നുള്ളത് കിൻഫ്ര IT പാർക്കിൻ്റെ ഒക്കെ ഏറ്റവും നിയറായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്. വേഗം ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോ.